നമസ്കാരം. ടോക്ടേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ കഥയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കൊലപാതകം നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ച് നദിയിൽ ഉപേക്ഷിച്ച ഒരു ഭർത്താവിന്റെ കഥയാണ് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത്. ജനുവരി 16 തന്റെ ഭാര്യയെ കാണാനില്ല എന്ന ഒരു പരാതിയുമായിട്ടാണ് ഗുരുമൂർത്തി എന്ന ഈ ഭർത്താവ് മീർപേട്ട് പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. മീർപേട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ച ശേഷം പോലീസുകാർ ഇത് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. ആദ്യം തന്നെ ഒരു നിസാര മിസ്സിംഗ് കേസായി എഴുതി തള്ളിയ പോലീസ് ഇതിനെ ആ നിരീക്ഷണത്തിലാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത്. പിന്നീട് സംശയമുനകൾ ഗുരുമൂർത്തിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കേസിന്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങിയത്. നാടിനെ നടുക്കിയ, നമ്മളെ എല്ലാം ആശ്ചര്യപ്പെടുത്തിയ ഒരു കഥയാണ് ഈ ഗുരുമൂർത്തിക്ക് പോലീസിനോട് പറയാനുണ്ടായിരുന്നത്. ഈ വീട്ടിൽ എന്നും വഴക്കും വക്കാളവും അതുപോലെ തന്നെ സംശയങ്ങളുടെ പേരിൽ പലതവണ വഴക്കുകൾ ഇവിടെ വീട്ടിൽ പതിവായിരുന്നെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഈ സംശയത്തിന്റെ പേരിൽ മാത്രമായിരുന്നു ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് ഇയാൾക്ക് തുറന്ന് പറയേണ്ടി വന്നു. ഈ ഗുരുമൂർത്തി ഒരു എക്സ് സർവീസ്മാനാണ്. മിലിറ്ററിയിൽ നിന്നും വിരമിച്ച ശേഷം ഭാര്യയുമായി കഴിയുന്ന ഇദ്ദേഹത്തിന് പല സംശയങ്ങളും ഈ ഭാര്യയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം ശുചിമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളായി മാറ്റുകയും ആ ശരീരഭാഗങ്ങൾ എല്ലും മാംസവും എല്ലാം വേർതിരിച്ച് ആ ഭാഗങ്ങളെല്ലാം തന്നെ കൂട്ടി പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച ശേഷം അത് 3 ദിവസം എടുത്തു വേവിച്ച് കുക്കറിലിട്ട് വേവിക്കുകയും 3 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള കവറുകളിൽ പാക്ക് ചെയ്ത് അവിടെയുള്ള നദിയിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന മീർപേട്ട് തടാകത്തിലാണ് ഈ മാംസാവശിഷ്ടങ്ങളെല്ലാം തന്നെ കവറുകളിലാക്കി ഗുരുമൂർത്തി ഉപേക്ഷിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോവുകയും ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്നത്, എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയെ ഗുരുമൂർത്തി ഇങ്ങനെ കൊല്ലുവാൻ തീരുമാനിച്ചത്. അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുമൂർത്തി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി അതിനുശേഷം എല്ലും മാംസവും എല്ലാം വേർതിരിച്ച് മിക്സിയിലിട്ട് പൊടിച്ച ശേഷം ഇത് കുക്കറിൽ വേവിച്ച് പാക്കറ്റുകളാക്കുകയായിരുന്നു. ഈ കുക്കറിൽ വേവിച്ചെടുക്കുവാൻ തന്നെ 3 ദിവസം എടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത്. എത്ര ഭയാനകരമായ കാഴ്ചകളാണ് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നതെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ നാടിനെ നടുക്കിയ, ഹൈദരാബാദിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഈ കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ 1 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. രഞ്ജിത്ത്, നാടിനെ നടുക്കിയ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിദാരുണമായ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച ശേഷം തടാകത്തിൽ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ ഭർത്താവിന്റെ മൊഴി. കുടുംബ വഴക്കുണ്ടായിരുന്നു, ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു. ഈ കുടുംബ വഴക്കൊക്കെ സ്ഥിരമായി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ഭാര്യയോടുള്ള സംശയമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഈ ഭാര്യയെ 16 കാണാനില്ലെന്ന് ഈ കുടുംബാംഗങ്ങൾ, രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. ജനുവരി 16 തന്നെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഭർത്താവ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി നൽകുന്നത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് പോലീസിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവ് കുറ്റകൃത്യം സമ്മതിക്കുന്നതും ഭാര്യയെ വീടിന്റെ ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് ഇത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം 3 ദിവസം എടുത്താണ് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഇയാൾ വേവിച്ചെടുത്തത്. 3 ദിവസം എടുത്ത് ഈ ശരീരഭാഗങ്ങൾ കുക്കറിലിട്ട് തിളപ്പിച്ച് വേവിച്ച ശേഷം പാക്കറ്റുകളാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ്, വലിച്ചെറിഞ്ഞെന്നാണ് ഇപ്പോൾ ഈ ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത, അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ഈ അന്വേഷണ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു മിസ്സിംഗ് കേസായിട്ട് മാത്രമാണ് ഇത് പോലീസ് പരിഗണിച്ചിരുന്നത്.
എന്നാൽ ഈ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ രക്ഷിതാക്കളുടെ ഭർത്താവും പോലീസിന് പരാതി നൽകാനായി എത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം ഏറ്റുപറയുന്നത്. ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. നിരന്തരമായി കുടുംബ വഴക്ക് തുടർന്നിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. എന്നാൽ ഈ കൊലപാതകം നടക്കുന്ന കൃത്യസമയത്ത് ഈ കുട്ടികളെ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ കുടുംബ വഴക്ക് സ്ഥിരമായിരുന്നു. ഒടുക്കം ഈ ഭാര്യയെ സംശയത്തെ തുടർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം ഇയാൾ നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രഞ്ജിത്ത് അത്തരത്തിലാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പല തവണ വെട്ടി കഷ്ണങ്ങളാക്കി, എന്നിട്ടും ആ പക അടങ്ങാതെ അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് അത് പൊടിച്ചതിന് ശേഷം കുക്കറിലിട്ട് തിളപ്പിക്കുന്നു. അത്രയും ക്രൂരമായ ഒരു കൊലപാതകം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഈ തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് ഇപ്പോൾ മൊഴി. ന്യൂസും റിപ്പോർട്ടുമെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2025 ആയപ്പോഴേക്ക് കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ന്യൂസ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വെട്ടും കൊലയും കൊലപാതകങ്ങളും മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സാമൂഹികമായ പ്രശ്നങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും ലഹരികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയിൽ നിന്നും നല്ലൊരു പങ്ക് നമ്മുടെ സമൂഹത്തിന് ഇതെല്ലാം നിർത്തലാക്കാനും ഇതിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ക്ലാസ്സുകളോ മറ്റ് കാര്യങ്ങളോ, ഈ കൊലപാതകം നടക്കുന്നത് തന്നെ മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തിന്റെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള അതിൽ ആസക്തിയായിട്ടുള്ള അതിൽ അഡിക്റ്റ് ആയി പോകുന്ന മനുഷ്യരുടെയും മറ്റു ആളുകളുടെയും മാനസികമായ വിഭ്രാന്തിയിൽ പെട്ടിട്ടാണ് അധികവും ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംശയത്തിനാസ്പദമായിട്ടുള്ള കൊലപാതകങ്ങളും മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ട കേസിൽ കണ്ടിരുന്ന ആതിരയെ കൊന്നത് എങ്ങനെയാണെന്ന്, അവർ തമ്മിലുള്ള ആ ബന്ധം 1-1.5 വർഷമായിട്ട് നീണ്ടുനിന്ന ബന്ധമാണ്. അതിനിടയിലാണ് ഇദ്ദേഹം ഈ ആതിര തന്നെ താൻ വിളിച്ചാൽ ഇറങ്ങി വരില്ല എന്ന സംശയത്തിന്റെ പേരിൽ ആ ആതിരയെ സ്വന്തം വീട്ടിൽ വന്ന് കൊലപ്പെടുത്തിയത്. അത് വളരെ നീചമായ പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ന്യൂസ് ഞങ്ങൾ ഇന്നലെ വിട്ടിരുന്നു. ആ ന്യൂസ് എല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ളത്, ഇനിയും നല്ല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ വരും തലമുറകൾക്കായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ വർക്കുകൾ അതുപോലെ നമ്മുടെ പെരുമാറ്റങ്ങളും സമൂഹത്തിലെ മറ്റു ഈ നീച പ്രവൃത്തികളും കണ്ടിട്ടാണ് പുതുതലമുറകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്. അവർക്കായിട്ട് നല്ലൊരു പൊൻതൂവൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത സമൂഹവും നമ്മുടെ മക്കളും എല്ലാം ഈ രീതിയിലേക്ക് നമ്മളെ നല്ല രീതിയിൽ ഈ സമൂഹം വളരുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അതുപോലെ തന്നെ നല്ല മാനുഷിക പരിഗണനയുള്ള മൂല്യമുള്ള ഒരു പുതുതലമുറയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഡോക്ടേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വീഡിയോസിന്റെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനിയും മുൻപോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഡോക്ടേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസിന് എല്ലാ സപ്പോർട്ടും നൽകുന്ന നിങ്ങൾക്കും 1000 നന്ദി അറിയിക്കുകയാണ്. ഡോക്ടേഴ്സിന്റെ ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായി ഞങ്ങൾ വരുന്നവരേക്ക് ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഡോക്ടേഴ്സ്.